ഫ്രൂട്ട്സുകളിൽ ചിലത് നമുക്ക് ഒരു ബോഡിക്കൊരു ബാഡ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാം. ജ്യൂസാക്കി കഴിക്കരുത്, അത് പിന്നെയും വെയിറ്റ് ഗെയിനിങ് ഉണ്ടാക്കും, ഷുഗർ ഇൻക്രീസ് ആവാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ്. ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും എംപ്റ്റി സ്റ്റൊമക്കിൽ കൺസ്യൂം ചെയ്യരുത്. ഈ ഫ്രൂട്ട്സുകൾ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുമോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവും. ചില ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് ഒരു കൂളിംഗ് എഫക്റ്റ്, അല്ലെങ്കിൽ ചില ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഗെയിനിങ് ഉണ്ടാവും. അത് ഓരോ ഫ്രൂട്ട്സിന് ഡിപ്പെൻഡഡ് ആണ്. അതിലെ കണ്ടൻസിനനുസരിച്ചാണ് അത് ഗുഡ് ക്വാളിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ ബാഡ് ക്വാളിറ്റി ആണോ എന്ന് അറിയാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വെയിറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ, അതിൻ്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത് കൂടി ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. അതിപ്പം യൂഷ്വലി നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഫുഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു നേന്ത്രപ്പഴം കഴിക്കുക, അല്ലെങ്കിൽ ഒരു മാങ്ങ കഴിക്കുക. ഇതാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്രൂട്ട്സുകളിൽ ചിലത് നമുക്ക് ഒരു ബോഡിക്കൊരു ബാഡ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാം. ചില ഫ്രൂട്ട്സുകൾ നമുക്ക് അത്ര ഒരു എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതിന് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്രൂട്ട്സുകളിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഗ്രേപ്പ് ഫ്രൂട്ടാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം ഗ്രേപ്സ് കഴിക്കുമ്പോൾ അതിൽ കലോറി നോക്കുമ്പം ഒരു 85 to 95 ആണ് കലോറി വരുന്നത്. ഫൈബർ ക്വാളിറ്റി ധാരാളം ഉണ്ട്. ഏകദേശം 5.5 to 6.5 വരെ ഫൈബേഴ്സ് അതിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്യുന്ന എൻസൈംസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നാരിഗ്നൻ പോലത്തെ എൻസൈംസ് ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന വിഷാംശങ്ങളും അമിതമായിട്ട് കിടക്കുന്ന കൊഴുപ്പുകളെയൊക്കെ പെട്ടെന്ന് അതിനെ ബേൺ ചെയ്യുക അല്ലെങ്കിൽ കത്തിച്ച് കളയാൻ ഈ ഗ്രേപ്സ് സഹായിക്കുന്നുണ്ട്. അപ്പം ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഗ്രേപ്സ് കഴിക്കാം. ചില അലർജി കണ്ടീഷൻസോ അല്ലെങ്കിൽ സൈനസൈറ്റിസ്, റെസ്പിറേറ്ററി കംപ്ലയിൻസ് ഉള്ള ആളുകൾ ഗ്രേപ്സ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് ആപ്പിളാണ്. മിക്ക ആളുകൾക്കും അറിയാം ഫൈബർ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിട്ടുള്ള ആപ്പിളിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ആപ്പിളിൻ്റെ അകത്ത് ഏകദേശം 30 കലോറി അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 5.5 to 6.5 വരെ ഫൈബർ ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫൈബർ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു പെക്റ്റിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ വിശപ്പ് അത്ര തോന്നത്തുമില്ല, വയറ് പെട്ടെന്ന് നിറയുന്ന ഒരു ടെൻഡൻസിയാണ് നമുക്ക് ആപ്പിൾ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാലഡിലൊക്കെ മിക്സ് ചെയ്തിട്ട് ആപ്പിൾ കഴിക്കാം. ജ്യൂസാക്കി കഴിക്കരുത്, അത് പിന്നെയും വെയിറ്റ് ഗെയിനിങ് ഉണ്ടാക്കും, ഷുഗർ ഇൻക്രീസ് ആവാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ്. മൂന്നാമത്തേത് ബെറീസ് ആണ്. സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറീസ് പോലത്തെ ബെറീസ് കഴിക്കാം. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ കലോറിഫിക് വാല്യൂ വളരെ കുറവാണ്. ഏകദേശം 30 to 40% മാത്രമേ കലോറി അടങ്ങിയിട്ടുള്ളൂ. ഫൈബർ ക്വാളിറ്റി ധാരാളം ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതേപോലെ തന്നെ ഷുഗർ ക്രേവിംഗ് വരുന്ന സമയത്ത് നമ്മൾ ചോക്ലേറ്റ്സ് കഴിക്കുന്നതിന് പകരം ഒരു കപ്പ് ഓഫ് ബെറീസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്രേവിംഗ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ വെയിറ്റ് ലോസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. നാലാമത്തേത് ഈ പറഞ്ഞിട്ടുള്ള തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ 95% വാട്ടർ കണ്ടന്റ് ആണ്. ഫൈബർ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഗ്ലൈസമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ അധികം കൺസ്യൂം ചെയ്യരുത്, ജ്യൂസ് ആക്കി കുടിക്കരുത്. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സാലഡ് ഫോമിൽ കഴിക്കുന്നത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ആറാമത്തേത് നമുക്ക് ഡെയിലി ബേസിസിൽ കഴിക്കാൻ പറ്റുന്നതാണ് ഓറഞ്ച്. വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടിയെടുക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും അതേപോലെ തന്നെ മെറ്റബോളിസം കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച്. അതേപോലെ തന്നെ നെല്ലിക്ക, നാരങ്ങ, അതേപോലെ തന്നെ ഈ മൊസംബി കാര്യങ്ങളൊക്കെ ഡെയിലി എടുക്കാവുന്നതാണ്. ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ട്രിഗർ ആവും. നമുക്ക് അതിൻ്റെതായി ഇൻഫെക്ഷൻസും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, മൊസംബി, നെല്ലിക്ക കാര്യങ്ങളൊക്കെ ഡെയിലി ബേസിസിൽ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഡെയിലി ബേസിസിൽ നിങ്ങളെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് പപ്പായ.
അത് ഈ പറഞ്ഞിട്ടുള്ള റെയിനി സീസൺ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഡെങ്കു ഫീവറിനൊക്കെ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഷുഗർ അത്ര ഷൂട്ട് ചെയ്യത്തുമില്ല, വെയിറ്റ് ലോസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഗട്ട് പാരസൈറ്റ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പപ്പായയുടെ സീഡ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് റോസ്റ്റ് ചെയ്ത് പൗഡർ ഫോം ആക്കിയിട്ട് നിങ്ങൾ കഴിക്കുന്ന സാലഡുകളിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണെങ്കിൽ അത് നമ്മളെ ഗട്ട് ഹെൽത്ത് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതിനോടൊപ്പം തന്നെ ഫൈബർ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മെറ്റബോളിസം കുറച്ചൊന്ന് സ്മൂത്ത് ആക്കാനും ശരീരത്തിലെ വിഷാംശങ്ങൾ കുറയ്ക്കാനും അമിതമായിട്ടുള്ള കൊഴുപ്പിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി കോൺസ്റ്റിപ്പേഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കിവി. നമ്മളിപ്പോൾ 1-2 കിവി കഴിക്കുകയാണെങ്കിൽ വയറ് പെട്ടെന്ന് നിറയുകയും ചെയ്യും, ബവൽ മൂവ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. സ്റ്റൂൾ അല്ലെങ്കിൽ നമ്മുടെ മലം കുറച്ചുകൂടി സ്മൂത്തായി പോവാൻ ഇത് സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ബെനിഫിഷ്യൽ ഉള്ള ഒന്നാണ് പിയർ അല്ലെങ്കിൽ നമ്മൾ സബർജൽ എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 1 പീസ് സബർജൽ കഴിക്കുന്ന സമയത്ത് ഫൈബർ ക്വാളിറ്റി ധാരാളം ഉണ്ട്. നിങ്ങൾക്ക് അത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു തരി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫൈബർ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം റെഡ്യൂസ് ചെയ്യാൻ, അതായത് ഈ ബ്ലോട്ടിങ്, വയറ് വീർക്കുക, നെഞ്ചരിച്ചൽ, വയറ്റിന് പോകാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ ഈ പറഞ്ഞിട്ടുള്ള പിയർ സഹായിക്കുന്നതാണ്. സ്ത്രീകൾക്കൊക്കെ നല്ല രീതിയിൽ യൂട്രൈൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഷുഗർ റെഡ്യൂസ് ചെയ്യാനും കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഡെയിലി ബേസിസിൽ സബർജൽ അല്ലെങ്കിൽ പിയർ കഴിക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും എംപ്റ്റി സ്റ്റൊമക്കിൽ കൺസ്യൂം ചെയ്യരുത്. ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാൻ പാടില്ല. ഒരു ഇൻ ബിറ്റ്വീൻ മീലിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഒരു 11 മണിക്ക് കഴിക്കാം, വൈകിട്ട് ഒരു 4 മണിക്ക് സ്നാക്സ് ആക്കിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. കുറേ ഒലിവ് ഓയിലും അതേപോലെ തന്നെ പെപ്പറൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി സാലഡ് ഫോമിൽ കഴിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഹെൽത്ത് ബെനിഫിഷ്യൽ ആണ്. അതായത് നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഏജിങ് കുറയ്ക്കാനും സ്കിന്നിൻ്റെ കൺസിസ്റ്റൻസി ഇമ്പ്രൂവ് ചെയ്യാനും ഗട്ട് ഹെൽത്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സുകൾ സഹായിക്കുന്നുണ്ട്. അപ്പം ഡയറ്റ് എടുക്കുന്ന ആളുകളാവട്ടെ ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സുകൾ എസ്പെഷ്യലി കിവി, സബർജൽ, ദെൻ ആപ്പിൾ, ഓറഞ്ച്, മൊസംബി, ദെൻ നാരങ്ങ, ഇതൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാവുന്ന വിഷാംശങ്ങളെ പുറന്തള്ളാനും നീർക്കെട്ടുകളെ കുറയ്ക്കാനും അതേപോലെ തന്നെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്